അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമായി ബാധിക്കുമ്പോഴും ജലാശയങ്ങൾ ശുചീകരിക്കാനുള്ള നടപടികളിൽ മെല്ലെപ്പോക്ക് തുടർന്ന് സർക്കാർ. രോഗം കണ്ടുപിടിച്ച കുളങ്ങൾ വൃത്തിയാക്കിയെന്ന വരുത്തി ഫ്ലെക്സ് വച്ചതല്ലാതെ പിന്നീടൊന്നും സംഭവിച്ചില്ല. വാട്ടർ അതോറിറ്റി കൂടി വെള്ളം ശേഖരിക്കുന്ന ജലാശയങ്ങൾ പോലും മലിനമാണെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. നമ്മുടെ ജനപ്രതിനിധികളും ആരോഗ്യ തദ്ദേശ വകുപ്പുകളും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച കുളങ്ങളുടെ കൽപ്പടവുകൾ കയറിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിലെത്തിയതെന്നാണ് റിപ്പോർട്ട്. രോഗം കണ്ടുപിടിച്ച കുളങ്ങൾ വൃത്തിയാക്കിയെന്ന് വരുത്തി ഫ്ലെക്സ് വെച്ചതല്ലാതെ പിന്നീടൊന്നും സംഭവിച്ചില്ല. മസ്തിഷ്ക ജ്വരം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെയും മരിച്ചവരുടെയും കണക്കെടുക്കുന്നതല്ലാതെ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും കൂടുതൽ വോട്ടുള്ള കുളത്തിലേക്ക് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വാട്ടർ അതോറിറ്റി വെള്ളം ശേഖരിക്കുന്ന ജലാശയങ്ങൾ പോലും മലിനമാക്കുന്നുണ്ട്. പരാതി പറയുമ്പോൾ മാത്രം നടപടിയെടുക്കുമെങ്കിലും നാട് മുഴുവൻ ശുദ്ധജലം എത്തിക്കാൻ ശേഖരിക്കുന്ന ജലാശയങ്ങൾ സുരക്ഷിതമാക്കാൻ സംവിധാനമില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം ഈ വർഷം 16 പേർ മരിച്ചെങ്കിലും പ്രതിരോധത്തിനും പഠനത്തിനും ഫലപ്രദമായ ഏകോപനമില്ലെന്ന് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. 1971 മുതൽ രാജ്യത്ത് ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജനം, തിരുവനന്തപുരം.